നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മോളെ, എന്താ നിന്റെ മുഖം അല്ലാതെ? മുത്തശ്ശി, എനിക്ക് മുത്തശ്ശിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആലോചിക്കാനുണ്ടോ? എന്തായാലും കാര്യം പറ. മുത്തശ്ശിയോട് ഇക്കാര്യം പറയണമെന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു. വേണ്ടെന്ന ആദ്യം തോന്നിയത്. പിന്നെ ഓർത്തു, ഇത് പറയാതെ ജീവിതകാലം മുഴുവൻ വേദനിക്കുന്നതിലും നല്ലത് പറയുന്നതെന്ന്. നീ കാര്യം പറ. മുത്തശ്ശി, എനിക്ക് ആ നകുലിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം ഞാൻ അയാളെ വിവാഹം കഴിച്ചാലും സന്തോഷമുള്ളൊരു ജീവിതം എനിക്ക് ഉണ്ടാവില്ല. നീ എന്തൊക്കെയായി പറയുന്നത്? വിവാഹ നിശ്ചയവും കഴിഞ്ഞ് എല്ലാം തീരുമാനിച്ച് ഈ അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ശരിയാ, പക്ഷെ എന്റെ മനസ്സൊട്ടും അതിനോട് പൊരുത്തപ്പെടുന്നില്ല. മനസ്സിൽ ഒരാളെ വെച്ചുകൊണ്ട് മറ്റൊരാളുടെ കൂടെ ജീവിക്കേണ്ടി വരുന്നത് എത്ര വലിയ വേദനയാണെന്ന് മുത്തശ്ശിക്ക് എന്താ അറിയാത്തെ? നിന്റെ പെട്ടെന്നുള്ള മാറ്റത്തിന്റെ കാരണം എനിക്കറിയാം. അത് നടക്കില്ല ഗംഗെ. ഞാൻ ജീവനോടെ ഉള്ളപ്പോ അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്ന ആളെ നീ വിവാഹം കഴിക്കുന്ന വാക്ക് വിശ്വസിച്ച ഞാൻ നകുലിന് വാക്ക് കൊടുത്തത്. ഇനി നീ എന്നെ ചതിക്കാനാണെങ്കിൽ ഈ മുത്തശ്ശി ജീവനോടെ ഉണ്ടാവില്ല. അങ്ങനെയൊന്നും പറയരുത് മുത്തശ്ശി. ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. ഈ ജീവിതത്തില് ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അച്ഛനമ്മമാരുടെ സ്നേഹം പോലും. ഇപ്പൊ ഞാൻ ഏറ്റവും കേൾക്കാൻ കൊതിച്ച വാക്കുകളാ മഹേട്ടൻ പറഞ്ഞത്. അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നത് മരണത്തിന് തുല്യ. ഗംഗെ, ആർക്കാരെന്നുള്ളത് പണ്ടേ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാ. അതതുപോലെ മാത്രമേ നടക്കൂ. നിനക്ക് ഭഗവാൻ വിധിച്ചത് നകുൽ മോനെയാ. ആ വിവാഹമേ നടക്കാൻ പാടുള്ളൂ. മുത്തശ്ശി, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് നീ തന്ന വാക്ക് ഞാൻ വിശ്വസിക്കുക. അത് തെറ്റിച്ചാൽ നിനക്ക് മുത്തശ്ശി അറിയാലോ. നിന്നെ സ്വപ്നം കണ്ട് നിന്റെ കൂടെയുള്ള ജീവിതം കൊതിക്കുന്ന പയ്യനാ നകുൽ. അവന് ആ ആഗ്രഹം കൊടുത്തത് ഞാനാ. ആ വാക്ക് ഞാൻ തെറ്റിക്കില്ല. മനസ്സിൽ തോന്നിയ അരുതാത്ത മോഹങ്ങളൊക്കെ എടുത്ത് കളഞ്ഞേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.